ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പകലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിക്കേണ്ടതിന് സകലരെയും ദൈവം സഹായിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം വായിക്കുന്നു. യോഹന്നാൻ 5:17. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. യേശു ഒരു സമൂഹത്തോട്, തന്നോട് ചോദ്യം ചോദിക്കുന്നവരോട് പറയുന്ന മറുപടിയാണ്, പിതാവ് ഇന്നുവരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. പ്രിയരെ, ഈ തിരുവചനത്തിൽ നിന്ന് നാം തിരിച്ചറിയണം, നമുക്ക് വേണ്ടി ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന് പറയുന്ന കുളത്തിന്റെ കടവിൽ കിടക്കുന്ന രോഗിയായ മനുഷ്യനെ യേശു സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ഇത് യഹൂദന്മാരുടെ ഇടയിൽ വലിയ ചർച്ചയ്ക്കും ചോദ്യം ചെയ്യലിനും ഒക്കെ കാരണമായി തീർന്നു. യേശുവിൻ്റെ അടുക്കൽ എന്തുകൊണ്ട് ശബത്തിൽ ഈ മനുഷ്യനെ സൗഖ്യമാക്കി എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് പറയുന്ന മറുപടിയാണ്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പ്രിയരെ, നിശ്ചയമായും നാം തിരിച്ചറിയണം, യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞ് സമയം കഴിഞ്ഞെന്നോ ഇനി നടക്കത്തില്ലെന്നോ നേരെയാകത്തില്ലെന്നോ പറയുന്ന ഒരു കൂട്ടം വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടാകാം. ലോകം തള്ളിക്കളഞ്ഞതും ശരിയാകാൻ സാധ്യതയില്ലാത്തതുമായ വിഷയങ്ങൾ. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുകയാ, യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. എത്ര കടുകട്ടിയായ വിഷയമാണെങ്കിലും ആ വിഷയത്തിനകത്ത് ഇടപെട്ട് പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാ ഈ വാക്യത്തിനകത്ത് നാം കാണുന്നത്. ചെകിടനെ, കുരുടനെ, കുഷ്ഠരോഗിയെ, എന്തിന് മരിച്ചുപോയവനെ പോലും ആമേൻ അത്ഭുതമാക്കി തീർക്കുവാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കകത്തും ഇടപെട്ട് പ്രവർത്തിക്കുവാൻ യേശുവിന് കഴിയുമെന്ന് നാം തിരിച്ചറിയണം. എപ്പോഴാ യേശു നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടുവാനായി തുടങ്ങുന്നത്? എപ്പോഴാ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? ആമേൻ. നമ്മുടെ വിഷയങ്ങളും ഭാരങ്ങളും എപ്പോഴാണോ ദൈവകരങ്ങളിലേക്ക് ഒരു സമർപ്പണത്തോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നത്, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ നടന്ന വലിയ വിടുതൽ, വലിയ ദൈവപ്രവൃത്തി. ആമേൻ. അതിന് തൊട്ടു മുൻപ് മറിയ ആ വീട്ടുകാരോട് പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യണം. ആമേൻ. യേശുവിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ആരാണോ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ, വലിയ അത്ഭുതങ്ങൾ യേശു ചെയ്യുവാനായി തുടങ്ങും. ആമേൻ. നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവരാണോ? സ്നാനപ്പെടാത്തവരാണോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരാണോ? തിരുവചനം ആവർത്തിച്ചെഴുതിയിരിക്കുന്നു, ഈ ആത്മിക അനുഭവങ്ങളിലേക്ക് നമ്മൾ വരണമെന്ന്. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ ആമേൻ, അത് വലിയ ദൈവ പ്രവർത്തികൾ നമ്മിൽ വെളിപ്പെടുവാനിടയായി തീരും. ഈ വാക്യത്തിനകത്ത് കർത്താവ് പറയുകയാ, ഞാൻ പ്രവർത്തിക്കുന്നവനാണെന്ന്. പുതിയ നിയമം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ പ്രവർത്തികളുടെ അത്ഭുതം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നതാണ്. കുരുടനെ ചേർത്ത് പിടിച്ചവനെ സൗഖ്യമാക്കി, കുഷ്ഠരോഗിയെ തൊട്ടവനെ വിടുവിച്ചു,
വാക്കുകൊണ്ട് ലാസറിനെ വിളിച്ചു പുറത്തു കൊണ്ടുവന്ന് അവന് ജീവനെ കൊടുക്കുവാനിടയായി തീർന്നു. ഒരൊറ്റ വാക്ക് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. യേശു നിങ്ങളുടെ കടുകട്ടിയായ വിഷയത്തിനകത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രവർത്തിക്കുവാൻ കഴിയും. അനുദിനം എത്രയെത്ര സാക്ഷികളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിലൂടെ വിടുതലും അത്ഭുതവും നന്മയും പ്രാപിച്ചെടുത്ത വിടുതലിന്റെ സാക്ഷ്യങ്ങൾ നമുക്കറിയാം. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശുവിലൂടെ നടന്ന അതേ വീര്യപ്രവൃത്തികൾ അപ്പോസ്തലന്മാരിലൂടെ നടക്കുവാനിടയായി തീർന്നു. പുതിയ നിയമ സഭയിലൂടെ നടക്കുവാനായി ഇടയായി തീർന്നു. ഇന്നും ദൈവപ്രവൃത്തികൾ നിന്നുപോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര പഴക്കമുള്ള, എത്ര വേദനാജനകമായ വിഷയത്തിനകത്തും പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു വലിയ ദൈവപ്രവൃത്തി ഈ പകൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അത്ഭുതത്തിന്റെ പകലായി തീരട്ടെ. 5 അപ്പവും 2 മീനും 5000 പേർക്ക് കൊടുക്കത്തക്ക നിലയിൽ, വർദ്ധിക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, കയ്യിലുള്ളത് ആവശ്യത്തിന് തികയാത്ത അനുഭവത്തിൽ ആമേൻ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, മുൻപിലുള്ള ആവശ്യം വലുത്, കയ്യിലുള്ളത് കുറച്ച്, ജീവിതത്തിന്റെ രണ്ടറ്റവും തമ്മിൽ ഒരുമിപ്പിക്കുവാൻ കഴിയാതെ ഭാരത്തോടെ നിരാശയോടെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ആലോചന പറയാം. യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. രാത്രിയുടെ 4-ാം യാമത്തിൽ ഭയം വരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ആ പടകിനകത്ത് അവരോടുകൂടെ യാത്ര ചെയ്ത് അവരെ എത്തേണ്ട ഇടത്ത് അവരെ എത്തിച്ച മഹാദൈവമാണ് യേശു എന്ന് ഇന്ന് പകൽ അറിയാതെ പോകരുത്. ഈ വാക്യത്തിനകത്ത് യേശു പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കും. ആമേൻ. തിരുവചനത്തിനകത്ത് ആവർത്തിച്ച് നമുക്ക് കാണാം, ഞാൻ പ്രവർത്തിക്കും. ആർ അതിനെ തടുക്കും? ഒരു മന്ത്രവാദിക്കും, ഒരു ശാപത്തിനും, ഒരു പൈശാചിക ശക്തികൾക്കും തടുക്കുവാൻ കഴിയാത്ത നിലയിൽ പ്രവർത്തിക്കുവാൻ കരുത്തുള്ള യേശുവിന്റെ ബലമുള്ള കരം ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിവസമായിരിക്കട്ടെ. ആമേൻ. നിശ്ചയമായിട്ടും ആ അനുഗ്രഹിക്കപ്പെട്ട കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ വിഷയങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത്? ആരംഭിച്ച ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ വേദനയോടെയാണോ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്? ആമേൻ. ജപ്തി നോട്ടീസ് കയ്യിൽ കിട്ടി, എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലതയോടെ നിങ്ങൾ ഈ പകലിരിപ്പുണ്ടോ? നിശ്ചയമായിട്ടും പ്രവർത്തിക്കുവാൻ കരുത്തുള്ള യേശുവിന്റെ കരങ്ങളിലേക്ക് ഭാരമേറിയ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതൊരു വിടുതലിന്റെ മണിക്കൂറായി തീരും. നിശ്ചയമായിട്ടും വലിയ സാക്ഷ്യങ്ങൾ നിങ്ങളിൽ നിന്ന് പുറത്തു വരുവാനിടയായി തീരും. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്നത് കൊണ്ട് നന്ദി. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ദൈവത്തെ